ഇതിന്റെ ആകാശവാതിൽ കൂടെ സഞ്ചരിച്ചു പോവാ. വളരെയധികം എക്സൈറ്റിംഗ് ആയി നല്ല അനുഭവമായിരുന്നു. ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ നമുക്കും ഒന്ന് കാണണ്ടല്ല ആകാശപാത എന്താന്ന് നോക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ. നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അവിടെയുള്ള ആകാശപാതയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനോഹരമായ കാഴ്ചയാണ്. നമുക്കത് തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ മാർക്കറ്റാണത്. വളരെ പുരാതനമായ മാർക്കറ്റ്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ്. അത് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിരത്തി അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഒരുപാട് ആളുകളിലൂടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് നടത്തും. അതിനോട് തൊട്ട് ചേർന്നാണ് ഈ ആകാശപാത. ഈ ആകാശപാത ഏകദേശം 11 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ശീതീകരിച്ച ഈ ആകാശപാത നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് ആകാശപാതയുടെ മുകളിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനായിട്ട് 4 ഭാഗത്താണ് വഴി കൊടുത്തുള്ളത്. അതിങ്ങനെ കോണിപ്പടിയുണ്ട്, അതുപോലെ തന്നെ ലിഫ്റ്റുണ്ട് 4 ഭാഗത്തും. ഇതിപ്പോൾ ഈ കാണുന്ന ഭാഗം ശക്തൻ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അതിന് മുകളിൽ നിന്നുള്ള കാഴ്ച. ഇതിവിടെ നിങ്ങളുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഭയങ്കര പ്രഷറുള്ളൊരു എയറൊക്കെ നമുക്ക് അടിക്കും. അതിന് ശേഷം പിന്നെ ഫുള്ളുള്ളിൽ കൂളിങ്ങാണ്. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, എല്ലാ സൈഡും വളരെ വ്യക്തമായി കാണാം നമുക്ക്. അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്ന് റൗണ്ട് അടിച്ച് ഏത് വഴിയാണോ ആ വഴി ഭാഗത്തെത്തുമ്പോൾ ഇറങ്ങാം നമുക്ക്, ഏത് സൈഡിലേക്കാണ് പോകണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം മുഴുവനും വേണ്ട വൈദ്യുതി സോളാറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കാലം ഇതിന് മെയിൻ്റെനൻസ് ചെയ്ത് നിലനിർത്താൻ പറ്റുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ ആവട്ടെ, ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. ഇതിന്റെ ആകാശപാതയിൽ കൂടെ സഞ്ചരിച്ചു പോവാ. വളരെയധികം എക്സൈറ്റിംഗ് ആയി നല്ല അനുഭവമായിരുന്നു. കൂടുതൽ ആസ്വദിക്കാവുന്ന ഒരു സംഭവമാണ് ആകാശപാത. തൃശ്ശൂർ വരുമ്പോ എന്തായാലും ആകാശപാത എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത് എന്തായാലും നന്നായിരിക്കും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തൃശ്ശൂർ വരുമ്പോ എന്തായാലും തീർച്ചയായിട്ടും ഈ ആകാശപാത കയറി കാണണം. ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ അപ്പോളോ സർക്കസ് കൂടിയില്ല കേട്ടോ. അതും കൂടി കണ്ടുപോവാ. ഈ ആകാശപാതയും ഈ സർക്കസ് കണ്ടുപോവാ. ഇതിൻ്റെ മുകളിൽ നല്ല സ്പേസ് ഉണ്ട്, നല്ല വീതി ഉണ്ട്. നമ്മൾ പുറമെന്ന് കാണുന്ന പോലെ ഇല്ല. ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് നടന്നു പോയാലും ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാ ഭാഗത്തും CCTV ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഈ കണ്ട ഇത് ലിഫ്റ്റ്, നമുക്ക് ഒരാളായാലും 2 ആളായാലും നമുക്ക് ഓൺ ചെയ്തിട്ട് മുകളിലേക്ക് സ്വന്തം കയറാം. അതുകൂടാതെ തന്നെ വല്ല സഹായം വേണമെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ കൂടി ഉണ്ട്. ആളും അത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമുക്ക് മുകളിലേക്ക് കയറാം. അപ്പം നമുക്ക് താഴത്തേക്ക് ഇറങ്ങണത് ലിഫ്റ്റിൽ കൂടെ ഇറങ്ങാം. കാരണം അതിലും മുന്ന് കയറി അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ലിഫ്റ്റിൽ കൂടെ നമുക്ക് താഴത്തിറങ്ങാം. ഇന്ന് ഒരുപാട് ആളുകൾ അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ യാത്രകളും ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സഞ്ചരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതും ഒരു എന്താ പറയുക, നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ വന്ന് ഈ ആകാശപാതയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഫാമിലി ആയിട്ടൊന്ന് കാണിച്ച് പോകുന്നത് ഒരു അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ വരിക നല്ല വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന്. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.